അല്ല മനോ എന്താ ഈ വൈക്കൊക്കെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? പിന്നെ നമ്മക്ക് ഈ പൊരയൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ? ഇതൊക്കെ എങ്ങനെ ആയി കിടക്കല്ലേ? എത്ര കാലമായി ഇങ്ങനെ ആയി? മോന് ജോലിയൊക്കെ ആയില്ലേ? വീടും കാര്യമൊക്കെ അവിടെ നിക്കടാ. ഞാൻ എന്റെ കഷ്ടപ്പാടൊക്കെ മാറ്റിച്ച് എന്റെ മോനെ നിലയിലെത്തിച്ചു. ഞാൻ പഠിപ്പും കാര്യമൊക്കെ കൊടുത്ത് ഓന് വേണ്ടി മാറ്റിയിട്ട് എന്റെ ജീവിതം. ഇനി ഓന്റെ പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഓനെല്ലാം അത്യാവശ്യം ജോലിയും കിട്ടിക്കിന്. അതുകൊണ്ട് ഇപ്പൊ ഓന് ഈ മാസം ജോലി കയറി മാസം ശമ്പളമായിട്ട് ഇങ്ങോട്ട് വരും. അതിന്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നയിച്ചാല് കാര്യല്ലേ? വീടൊക്കെ ഇത് മോനുണ്ടാക്കി പറഞ്ഞിട്ട് മോനല്ല ശമ്പളമൊക്കെ കിട്ടിയോ? ഇത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ കണ്ണ് മങ്ങലിക്കണ്ട. ഇതിന്റെ ചക്കന്മാരുമായിട്ട് ടൂർ പോവാനുള്ളതാ. ഇതും കണ്ട് നിൽക്കുക പൊളിക്കും. നിങ്ങൾക്കറിയില്ലേ, വിഷമിക്കില്ലേ? മക്കളെ കണ്ടതൊന്നും നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ പലതരത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്നു. അവരെന്തെങ്കിലും നമ്മളെ സഹായിച്ചാൽ ആ സഹായം വലിയ കാര്യമായിട്ട് കരുതുക. നമ്മൾ അങ്ങനെയല്ല എന്റെ മോനെ വളർത്തി ഊണ് ഊർക്കും എല്ലോ പട്ടിനെത്താ മോനെ വളർത്തിയപ്പോ പോയ പോകുക. അതൊന്നും സാരല്ല. നിങ്ങൾ കേട്ടില്ലേ, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും ആരും മോഹിക്കരുതെന്ന് പറയുന്നത്? അത് സത്യമാണ്. എന്റെ മക്കൾ അങ്ങനെ വരും ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും. സാലറിയുമാ എല്ലാം ശരിയാവും.